ഒരാളുടെ അഭിമാനത്തിലേക്കും നമ്മൾ കയറാൻ പാടില്ല. അത് ഗീബത്ത് കൊണ്ടാകട്ടെ, നമീമത്ത് കൊണ്ടാകട്ടെ, വേറെ എന്ത് കാര്യങ്ങൾ കൊണ്ടാകട്ടെ. അതിലേറ്റവും വലിയ, ഇതിനെല്ലാം തുടക്കം കുറിക്കുന്ന സംഭവമാണ് അവൻ. അതിനെ ശക്തമായി പ്രേരിപ്പിക്കുന്നതാകട്ടെ ഷെയ്ത്താൻ. ആ ഷെയ്ത്താന് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ഷെയ്ത്താനുകൾ അതിലുണ്ടാകും. നമ്മളെ തെറ്റായത് പ്രേരിപ്പിക്കാൻ ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താന്മാർ മാത്രമല്ല, മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിൽപ്പെട്ട ഷെയ്ത്താന്മാരും ഉണ്ടാകും. അവർക്ക് നമ്മൾ ഒരിക്കലും കാതു കൊടുക്കാൻ പാടില്ല. ഊഹങ്ങളെ നമ്മൾ ആ നിലക്ക് പിന്തുടരാനും പാടില്ല. മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മറന്നുപോയ അള്ളാഹു പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയെക്കുറിച്ച് വിശ്വാസികൾ മഹാഭൂരിപക്ഷവും മറന്നുപോയി എന്നാണ് ഞാൻ കരുതുന്നത്. ഏതാണ് ആ പ്രാർത്ഥന എന്നറിയുമോ നിങ്ങൾക്ക്? സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്തിലൊരു പ്രാർത്ഥനയുണ്ട്. ഇത് ഞാനും നിങ്ങളും സ്വയം ചിന്തിക്കുക. ഈ ദുആ നമ്മൾ എത്ര തവണ നടത്തിയിട്ടുണ്ട്? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. വല്ലദീന ജാഊ മിൻ ബഅദിഹിം, സഹാബത്തിനെ കുറിച്ചും താബീങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു രംഗാണ്. അവിടെ മുഹാജിറുകളെ കുറിച്ച് പറഞ്ഞു, അൻസാറുകളെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം അവർക്ക് ശേഷം വരുന്ന ഒരു ടീം. കാരണം അത് ഈ ആയത്ത് മുൻകൂട്ടി തന്നെ അള്ളാഹു എല്ലാം അറിയുന്നവനായതുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടതാണ്. കാരണം പിൽക്കാലഘട്ടത്തിൽ ഖവാരിജികൾ ഉണ്ടായി. ഏറ്റവും ആദ്യം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ വിഭാഗമാണ് ഖവാരിജുകൾ. അഹ്ലുസുന്നത്തി വൽ ജമാഅ, ഖവാരിജ് എന്ന് പറഞ്ഞാൽ പുറത്തുപോയ എന്നാണ് അർത്ഥം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിൽ നിന്ന് പുറത്തുപോയ ആദ്യത്തെ വിഘടിത ഗ്രൂപ്പാണ് ഖവാരിജുകൾ. എന്താണ് അവരുടെ വിഘടനത്തിന്റെ അഥവാ അവരുടെ വ്യതിയാനത്തിലെ പ്രധാനപ്പെട്ട കാര്യം? സ്വഹാബത്തിനെ സംബന്ധിച്ച്, അവരിൽ മഹാഭൂരിപക്ഷത്തെ സംബന്ധിച്ചും അവർ കാഫിറുകളാണെന്ന് വിധി എഴുതി. നഊദു ബില്ലാഹ്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഇജ്തിഹാദിയായ കാര്യങ്ങളെ എന്നിട്ട് അതിന്റെ പേരിൽ സ്വഹാബത്തിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ഒരു കായിദയും ഉണ്ടാക്കി. എന്താണ് ആ കായിദ? വൻ പാപങ്ങൾ ചെയ്തവർ നരകത്തിൽ നിത്യവാസികളാകുന്നു. നരകത്തിൽ നിത്യവാസികളാവുന്നവൻ ആരാണ്? മുസ്ലിം അല്ല. അതുകൊണ്ട് ഈ വൻപാപം ചെയ്ത സ്വഹാബികളൊക്കെ സത്യനിഷേധികളാകുന്നു. പക്ഷെ സ്വഹാബികൾ ആരും വൻപാപം ചെയ്തിട്ടില്ല. ഒരു സ്വഹാബിയും വൻപാപം ചെയ്തിട്ടില്ല. അവർക്ക് ഇജ്തിഹാദിയായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതല്ലാത്ത ഒന്നും അവരിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ സ്വഹാബത്തിനെ കുറിച്ചുള്ള മോശമായ വന്ന് അത് നിങ്ങൾക്ക് ഖവാരിജികളിൽ കാണാം, തത്തുല്യരായ ഷിയാക്കളിൽ കാണാം. അതേപോലെയുള്ള ആളുകളിലൊക്കെപ്പെട്ട ആളുകൾ പലപ്പോഴും സ്വഹാബത്തിനെ കുറിച്ച് മോശമായി ചിന്തിച്ചത്. ആ പശ്ചാത്തലത്തിൽ ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് സൂചന നൽകിക്കൊണ്ടുള്ള ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം, സ്വഹാബത്തിന് ശേഷം വരുന്ന താബീങ്ങളും തബൗ താബീങ്ങളും അവരെന്താ ചെയ്യേണ്ടത്? യഖൂലൂന റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളെ മുൻകടന്നു പോയ, ഈമാനിൽ ഞങ്ങളെ മുൻകടന്നു പോയ ഞങ്ങളെ സഹോദരങ്ങൾക്കും, നോക്കൂ നിങ്ങൾ, വലിഇഖ്വാനിന, ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരണേ റബ്ബേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഉണ്ടാക്കരുതേ, ഗില്ലൽ ലില്ലദീന ആമനൂ, വിശ്വാസികളോട് എന്തെങ്കിലും ഒരു വെറുപ്പ്, എന്തെങ്കിലും ഒരു വിദ്വേഷം, എന്തെങ്കിലും ഒരു അനിഷ്ടം ഞങ്ങളുടെ മനസ്സിലുണ്ടാവരുതേ റബ്ബേ. റബ്ബനാ ഇന്നക റഊഫുർ റഹീം, അല്ലാഹുവേ നീ ദയാലുവും പരമകാരുണ്യകനുമാകുന്നു. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. വിശ്വാസികളിൽപ്പെട്ട ഒരാളോടും നമുക്ക് യാതൊരു വെറുപ്പുമില്ല, യാതൊരു വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ റഹ്മാനായ റബ്ബിനോട് നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉൾപ്പെടുത്തേണ്ടതാണ്. ഈ പ്രാർത്ഥന ഇതിലെ ആശയം മറന്നു പോകുമ്പോഴാണ് നമുക്ക് ഗീബത്ത് പറയാൻ തോന്നുന്നത്, നമീമത്ത് പറയാൻ തോന്നുന്നത്, ഊഹിച്ചു പറയാൻ തോന്നുന്നത്, കളിയാക്കാൻ തോന്നുന്നത്, പരിഹസിക്കാൻ തോന്നുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയാൻ തോന്നുന്നതൊക്കെ ഈ പ്രാർത്ഥനയുടെ ആശയം നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ്. ഒരാളോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാത്തൊരു ഹൃദയത്തിനാണ് സ്വർഗത്തിൽ പോകാൻ സാധിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഊഹിച്ചു പറയുക എന്ന മോശമായ സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും അനുഗ്രഹിക്കട്ടെ.